സ്നേഹമതുല്യമഹോ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ആദ്യം ചിന്തയിലടങ്ങ സിന്ധു സമാനവ സന്തതം കാണുന്നു എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്ത ക്രൂശിതനിലേക്കുള്ള നോട്ടം എന്നുള്ളതാണ്. ഇന്നത്തെ വേദഭാഗത്ത് നാം കാണുന്നത് നിക്കോദിമോസ് എന്ന മനുഷ്യൻ യേശുവിൻ്റെ അരികിൽ വരുന്നതായിട്ടാണ്. അവനൊരു പരീശനും യഹൂദന്മാരുടെ നേതാവുമായിരുന്നു. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മീയ ദാഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ രാത്രിയിൽ യേശുവിൻ്റെ അരികിൽ എത്തിയത്. വിദ്യാഭ്യാസവും സ്ഥാനവും മതപരമായ അറിവും ഉണ്ടെങ്കിലും മനുഷ്യന് ആത്മീയ പുതിയ ജനനം ആവശ്യമാണ്. യേശു നിക്കോദിമോസിനോട് പറയുന്നത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നാണ്. ശരീരജനനം നമ്മെ ഭൂമിയിലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ആത്മാവിൽ ജനിക്കുന്നത് നമ്മെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോൾ പഴയ ജീവിതം മാറും. പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും. നമുക്ക് പുതിയ ഹൃദയം ലഭ്യമാകും. ഈ ഭാഗത്ത് യേശു ഒരു പഴയ സംഭവം ഓർമ്മിപ്പിക്കുന്നു. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി. വിഷപ്പാമ്പ് കടിച്ചവർ അതിലേക്ക് നോക്കുമ്പോൾ അവർ രക്ഷപ്പെടും. ക്രൂശിൽ ഉയർത്തപ്പെട്ട യേശുവിനെ വിശ്വാസത്തോടെ നോക്കുന്നവർ രക്ഷിക്കപ്പെടും. രക്ഷയുടെ വഴി മനുഷ്യൻ്റെ പ്രവൃത്തികളിലല്ല, ക്രൂശിൽ ചെയ്ത യേശുവിൻ്റെ പ്രവൃത്തിയിലാണ്. ഇന്നും മനുഷ്യൻ പാപത്തിൻ്റെ വിഷത്തിൽ വേദനിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ രക്ഷിക്കാനുള്ള വഴി ക്രൂശിൽ ഒരുക്കി. നമ്മൾ ക്രൂശിതനായ യേശുവിനെ വിശ്വാസത്തോടെ നോക്കുമ്പോൾ പാപം ക്ഷമിക്കപ്പെടും, ഹൃദയം പുതുക്കപ്പെടും, നിത്യജീവനിലേക്ക് എത്തിച്ചേരും. പ്രിയരെ, നിക്കോദിമോസിനെ പോലെ നമുക്കും യേശുവിനെ അന്വേഷിക്കാം. ക്രൂശിതനായ ക്രിസ്തുവിനെ വിശ്വാസത്തോടെ നോക്കാം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. ഈ നാളുകളിൽ നമ്മുടെ നോട്ടം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് മടങ്ങി വരാം. അവൻ നമ്മെ രക്ഷിക്കും, അവൻ നമ്മെ വിടുവിക്കും. പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ നോട്ടം നിന്നിലേക്കായി തീരുവാൻ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.